നമുക്ക് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. പറ്റുകയാണെങ്കിൽ 2 സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നേന്ത്രപ്പഴം കിട്ടാറില്ല, കിട്ടും. ഇപ്പം ഞാൻ ഒത്തിരി വാങ്ങിച്ച് വെച്ചതാണ്. ഇത് മെക്സിക്കോന്ന് എന്തോ വന്നതാണ്. അപ്പോൾ 2 പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പഴം ഞാൻ 2ആക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്യുക. ആദ്യത്തെ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഒരു സ്നാക്കൊന്നും ഇല്ലെങ്കിൽ 1 മിനിറ്റിൽ 1-2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം തിന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അതുപോലെ തിന്നായിട്ട് മുറിച്ചെടുക്കാം. ഓക്കെ, ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെയ്യ് ഇത് മെൽറ്റ് ആയി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മളുടെ ബനാന ഇട്ട് കൊടുക്കുക. നെയ്യിൽ തന്നെ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ഷുഗറിൽ തന്നെ ഇത് കാരമലൈസ് ആവും. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു ഭാഗം കൂടി ഫ്രൈ ചെയ്തിട്ട് മറ്റേ ഭാഗം ഇപ്പോൾ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ എല്ലാ ബനാനാസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയും കഴിക്കുക. ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിഷ്. ഇത് ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ഞാൻ അടുത്തൊരു സ്നാക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 2 മിനിറ്റ്സ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, 4 ഇങ്ങനെ മുറിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് വലിയ ബനാനയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അടുത്ത പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇടാം. പാനിൽ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്മാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഷേപ്പ് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആൻഡ് ഞാനിപ്പോൾ നിങ്ങൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയാണ് നല്ലത്. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വീറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും ശർക്കരയൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇടുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം ഇതായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യും കേട്ടോ.
ഇതിപ്പോൾ കൂളായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് നന്നായി റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത് കേട്ടോ. റൗണ്ട് ഷേപ്പ് ആക്കി വെക്കുക. എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നെയ്യ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നെയ്യൊന്നും ഇതിലിട്ടിട്ടില്ല. ജസ്റ്റ് ഒരു നമുക്ക് ഔട്ട്സൈഡ് ഒരു ക്രിസ്പിനെസ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. 2 സ്നാക്കും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈസി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അവിടുത്തെ വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.